ക്ലാസ് 3 മാത്സിൽ നിന്ന് ഓണം എക്സാമിന് വരാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് പാർട്ട് 3 ആണ്. പാർട്ട് 1ഉം പാർട്ട് 2ഉം കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക. അതിൽ കുറേ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിരുന്നു. ഇനി അടുത്തത് നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൗ മെനി 3-digit numbers you can make by using the digits 2, 6, 9, 4 without repetition. അതായത് ഇപ്പോൾ തന്നിരിക്കുന്ന ഡിജിറ്റ്സിലെ 2, 6, 9, 4 ഈ ഡിജിറ്റ്സുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന 3-digit നമ്പറുകൾ ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാലോ എന്താണ്. ഫസ്റ്റ് നമ്മൾ സ്മോളസ്റ്റ് 3-digit നമ്പറിൽ നിന്ന് ലാർജസ്റ്റിലേക്ക് എഴുതുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മൾ വിട്ടു പോവില്ല. ഓക്കെ, നമ്പേഴ്സ് അല്ലെങ്കിൽ നമ്മൾ വിട്ടു പോകാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ ഇതിൽ ഏറ്റവും സ്മോളസ്റ്റ് നമ്പർ ഏതാണ്? 3-digit നമ്പർ ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ 2 ആണല്ലോ. 2 തൊട്ട് തുടങ്ങിയിട്ട് നമുക്ക് എങ്ങനെയൊക്കെ എഴുതാം? 2, 4, 6 അല്ലേ. പിന്നെ 2, 4, 9, പിന്നെ 2, 6, 4, 2, 6, 9, പിന്നെ 2, 9, 4, 2, 9, 6. അടുത്തത് 4, 2, 6, 4, 2, 9, 4, 6, 2, 4, 6, 9, 4, 9, 2, 4, 9, 6. പിന്നെ ഏതൊക്കെ 3-digit നമ്പർ നമുക്ക് ഉണ്ടാക്കാം? 6, 2, 4, 6, 2, 9, 6, 4, 2, 6, 4, 9, 6, 9, 2, 6, 9, 4. പിന്നെ 9, 2, 4, 9, 2, 6, 9, 4, 2, 9, 4, 6, 9, 6, 2, 9, 6, 4. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഉണ്ടാക്കാൻ കഴിയുക. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? റൈറ്റ് ദം ഇൻ അസെൻഡിങ് ഓർഡർ. അസെൻഡിങ് ഓർഡറിൽ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മളിത് ഓൾറെഡി അസെൻഡിങ് ഓർഡറിൽ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതന്നെ ഒരു വശം കൂടി എടുത്ത് എഴുതുക. ഓക്കെ, പിന്നെ ചിലപ്പോൾ നമ്മൾ പറയും റൈറ്റ് ദം ഇൻ ഡിസെൻഡിങ് ഓർഡർ എന്നും പറയാം. അപ്പോൾ എന്ത് ചെയ്യണം? വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പറിലേക്ക് എടുത്ത് എഴുതണം. ഇനി അടുത്തത് എന്താ ചോദിച്ചിരിക്കുന്നത്? വിച്ച് ഈസ് ദ ലാർജസ്റ്റ് 3-digit നമ്പർ യു ക്യാൻ മേക്ക് ബൈ യൂസിങ് ദീസ് ഡിജിറ്റ്സ്. അതായത് ഈ ഡിജിറ്റുകളെല്ലാം ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന ഏറ്റവും ലാർജസ്റ്റ് 3-digit നമ്പർ ഏതാണ്? അറിയാലോ, ഏതാണ്? 9, 6, 4 അല്ലേ. സ്മോളസ്റ്റ് 1ഉം ചോദിക്കാം. അപ്പോൾ ഏതാണ്? 2, 4, 6. ഓക്കെ, ചിലപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ മാത്രമായിട്ട് ചോദിക്കും. എന്താണെന്ന് വെച്ചാൽ വിച്ച് ഈസ് ദ ലാർജസ്റ്റ് 3-digit നമ്പർ യു ക്യാൻ മേക്ക് ബൈ യൂസിങ് ദ ഡിജിറ്റ്സ് പറഞ്ഞിട്ട് 2, 6, 9, 4 എന്ന് പറഞ്ഞ നമ്പർ തരും നമുക്ക്. അപ്പോൾ നമ്മൾ ലാർജസ്റ്റ് 3-digit നമ്പർ എഴുതാൻ പറയും അതിൽ നിന്ന്. അതുപോലെ തന്നെ അതിൽ നിന്ന് സ്മോളസ്റ്റ് 3-digit നമ്പർ എഴുതാനും തരാം. ഇവിടെ നമ്മളുടെ എല്ലാ നമ്പേഴ്സും എഴുതിയിട്ട് ലാർജസ്റ്റ് 3-digit നമ്പർ ഏതാണ്, സ്മോളസ്റ്റ് 3-digit നമ്പർ ഏതാണെന്ന് ചോദിച്ചിട്ടേ ഉള്ളൂ. ഇതല്ലാതെയും ചോദിക്കും. അപ്പോൾ നമുക്കറിയാലോ 2, 6, 9, 4 ഉപയോഗിച്ചിട്ട് ഏറ്റവും ലാർജസ്റ്റ് 3-digit നമ്പർ ഏതാണ് നമുക്ക് ഉണ്ടാക്കാൻ കഴിയുക? 9 ആണ് ഇതിൻ്റെ ഏറ്റവും ബിഗ്ഗസ്റ്റ് നമ്പർ അല്ലേ. അടുത്ത ബിഗ്ഗസ്റ്റ് നമ്പർ ഏതാണ്? 6 ആണ്. അപ്പോൾ 9, 6, 4 ആണ് അല്ലേ. സ്മോളസ്റ്റ് ഏതാണ്? 2 അല്ലേ. നെക്സ്റ്റ് സ്മോളസ്റ്റ് നമ്പർ ഏതാണ്? 4. അപ്പോൾ 2, 4, 6. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ. ഹൗ മെനി കൗണ്ടിങ് നമ്പേഴ്സ് ആർ ദർ ഫ്രം 300 to 400? അതായത് 300 മുതൽ 400 വരെ എത്ര നമ്പേഴ്സ് ഉണ്ട് എന്നൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ഇത് നമ്മൾ 2 മെത്തേഡായിട്ട് ചെയ്തിരുന്നു അല്ലേ. എന്താ ചെയ്യേണ്ടത്? ഇതിൽ ഹയസ്റ്റ് നമ്പർ ഏതാണ്? 400. സ്മോളസ്റ്റ് നമ്പർ ഏതാണ്? 300. നമ്മൾ എന്ത് ചെയ്യണം? ഹയസ്റ്റ് നമ്പർ മൈനസ് സ്മോളസ്റ്റ് നമ്പർ ചെയ്യണം ഫസ്റ്റ് അല്ലേ. അപ്പോൾ എത്രയാണ് വരിക? 400ൽ നിന്ന് 300 കുറച്ച് നമുക്ക് കിട്ടുക 100 ആണ്. കാണാൻ പറഞ്ഞിരിക്കുന്നത് എവിടെ മുതലാണ്? 300 തൊട്ടിട്ട് 400 വരെ കാണാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മളിവിടെ കുറച്ചത് എത്രയാണ്? 300ഉം കുറച്ചു അല്ലേ. പക്ഷെ 300 ഉൾപ്പെടുത്തണം എന്നുള്ളത് കൊണ്ട് നമ്മൾ +1 ആഡ് ചെയ്യണം. അപ്പോൾ എത്രയാണ്? 100 + 1 എന്താ വരിക? 101. ഹയസ്റ്റ് നമ്പർ മൈനസ് ലോവസ്റ്റ് നമ്പർ +1. ക്ലിയർ ആയോ? വേറൊരു മെത്തേഡ് നമ്മൾ എന്താ പറഞ്ഞത്? 100 മുതൽ 400 വരെ കാണുള്ളൂ. അപ്പോൾ 400ൽ നിന്ന് നമ്മൾ എന്ത് കുറച്ചാൽ മതി? 299 വരെയുള്ള നമ്പേഴ്സ് കുറച്ച് കഴിഞ്ഞാലും നമുക്ക് എന്ത് കിട്ടും? 101 തന്നെ കിട്ടും. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ. ഹൗ മെനി നമ്പേഴ്സ് ആർ ദർ ബിറ്റ്വീൻ 300 and 400 ഹൂ സം ഓഫ് ഡിജിറ്റ്സ് ഈസ് 10? അതായത് 300ൻ്റെയും 400ൻ്റെയും ഇടയിൽ ഏതൊക്കെ നമ്പേഴ്സിനാണ് അതിൻ്റെ സം ഓഫ് ഡിജിറ്റ്സ് 10 കിട്ടുന്നത് എന്നാണ്. ഓക്കെ, സം ഓഫ് ഡിജിറ്റ്സ് എന്ന് പറയുമ്പോൾ 3 ഡിജിറ്റുകളാണല്ലേ. 300 മുതൽ 400 പറഞ്ഞാൽ 3 ഡിജിറ്റ്സുകളാണല്ലോ. ആ 3 ഡിജിറ്റ്സും കൂടി ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് എന്തായിരിക്കണം? 10. അങ്ങനെ എത്ര നമ്പേഴ്സ് ഉണ്ട് എന്നാണ് ചോദ്യം.
അപ്പോൾ എങ്ങനെയാണ് വരിക? നമുക്കറിയാം 301, 302 എന്ന് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുക അല്ലേ. അതിൽ 3ൻ്റെ കൂടെ എത്ര ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 10 കിട്ടുക? 3ൻ്റെ കൂടെ എത്ര ആഡ് ചെയ്യണം? 10 കിട്ടാനായിട്ട് 7 അല്ലേ. അപ്പോൾ 307 ആണ് ആദ്യത്തെ നമ്പർ. നെക്സ്റ്റ് നോക്കൂ, 310 മുതൽ 320 വരെ ഏത് നമ്പറാണത്? 3, 1. അപ്പോൾ എത്ര? 4 ആയില്ലേ? 3 + 1 4 ആയി അല്ലേ. ബാക്കി എത്രയും കൂടിയും വേണം? 6 അല്ലേ. അപ്പോൾ 316 ആണ്. നെക്സ്റ്റ് നോക്കൂ, 320 മുതൽ 330 വരെ ഏത് നമ്പറാണ്? 32 എന്ന് വന്നു കഴിഞ്ഞാൽ എത്രയായി? 32 എന്ന് പറഞ്ഞാൽ 5 ആയില്ലേ. അപ്പോൾ നെക്സ്റ്റ് അടുത്ത നമ്പർ ഏതായിരിക്കണം? 10 കിട്ടണം വെച്ചാൽ 5 ആയിരിക്കുമല്ലോ. 325. നെക്സ്റ്റ് 334. നെക്സ്റ്റ് 343. നെക്സ്റ്റ് 352. നെക്സ്റ്റ് 361. നെക്സ്റ്റ് 370. ഇത്രയും നമ്പേഴ്സാണത്. അപ്പോൾ ഏതൊക്കെയാണ്? എത്ര നമ്പേഴ്സാണ്? 1, 2, 3, 4, 5, 6, 7, 8 നമ്പേഴ്സാണ് ഉള്ളത്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ, ഹൗ മെനി 3 ഡിജിറ്റ് നമ്പേഴ്സ് ആർ ദർ ഇൻ ഓൾ? അതായത് മൊത്തത്തിൽ എത്ര 3 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ട് എന്നാണ് ചോദ്യം. അത് ചിലപ്പോൾ നമ്മളോട് ഹൗ മെനി 2 ഡിജിറ്റ് നമ്പേഴ്സ് ആർ ദർ ഇൻ ഓൾ എന്നും ചോദിക്കാം. അപ്പോൾ 3 ഡിജിറ്റ് നമ്പേഴ്സ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിച്ച് ഈസ് ദ സ്മോളസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ? 100 ആണല്ലേ. ലാർജസ്റ്റ് 3 ഡിജിറ്റ് നമ്പറോ? 999. അപ്പോൾ 100 തൊട്ടിട്ട് 999 വരെ എത്ര നമ്പേഴ്സാണ് നമുക്ക് കാണണം അല്ലേ. അങ്ങനെയല്ലേ കാണേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിലെ ഹയസ്റ്റ് നമ്പർ ഏതാണ്? 999. അതിൽ നിന്ന് എന്താ കുറയ്ക്കേണ്ടത്? സ്മോളസ്റ്റ് നമ്പർ കുറച്ചിട്ട് +1 ആഡ് ചെയ്യണം അല്ലേ. അപ്പോൾ 999 - 100 എത്രയാണ് വരിക? 899 +1 എത്രയാണ് വരിക? 900. അടുത്തൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് 999 നിന്ന് 99 കുറച്ചാൽ മതി. നമുക്കിവിടെ 100 തൊട്ടിട്ട് 999 വരെ എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് കണ്ടാൽ മതി. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? 100ൻ്റെ തൊട്ട് മുന്നേ വരെ എത്ര നമ്പേഴ്സ് ഉണ്ട്? 99 നമ്പേഴ്സ് അല്ലേ. അപ്പോൾ എന്ത് ചെയ്താൽ മതി? 999 നിന്ന് 99 കുറയ്ക്കുക. അപ്പോൾ എത്രയാണ് വരിക? 900 എന്ന് തന്നെ ആൻസർ വരും. അത് ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഹൗ മെനി 3 ഡിജിറ്റ് നമ്പേഴ്സ് ആർ ദർ? 900. 900 3 ഡിജിറ്റ് നമ്പേഴ്സാണ് ഉള്ളത്. ഇനിയിപ്പോൾ അത് ഹൗ മെനി 2 ഡിജിറ്റ് നമ്പേഴ്സ് ആണെന്ന് ചോദിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ചെയ്യാനറിയാലോ. ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞതാണ് കേട്ടോ. 2 ഡിജിറ്റ് നമ്പറിൻ്റെ കാര്യമൊക്കെ എന്താ ചെയ്യേണ്ടത്? 10 മുതൽ സ്റ്റാർട്ട് ചെയ്യും, 99 വരെയാണ് അല്ലേ. അപ്പോൾ എന്ത് ചെയ്താൽ മതി? 99 നിന്ന് 10 കുറയ്ക്കുക. അപ്പോൾ എത്ര വരും? 89 വരും. അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്യുക. അപ്പോൾ 90. അല്ലെങ്കിൽ 99 നിന്ന് എത്ര നമ്പേഴ്സ് കുറയ്ക്കുക? 9 കുറയ്ക്കുക. 10 മുതലല്ലേ നമുക്ക് നോക്കേണ്ടത്. 2 ഡിജിറ്റ് നമ്പർ 10 അല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത്. 10ൽ നിന്നല്ലേ 2 ഡിജിറ്റ് നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം 9 കുറയ്ക്കുക. 99ൽ നിന്ന് 9 കുറച്ചാൽ എന്തെന്നെ വരിക? 90. ഇങ്ങനെ 2 രീതിയിലും ചെയ്യാം. ക്ലിയർ ആയില്ലേ? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതൊക്കെ നന്നായി നോക്കുക.